എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് നമ്മൾ പോർട്ടിൽ നിന്നും ഒരു എംപ്റ്റി കണ്ടെയ്നർ എടുത്തിട്ട് അതുമായി നമ്മളൊരു കമ്പനിയിൽ ലോഡ് കയറ്റാൻ പോകുമ്പോൾ നമുക്ക് ഒരു CMR എഴുതി വെക്കേണ്ടതായിട്ടുണ്ട്. കാരണം പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന കമ്പനിയിലെ സാധനം എടുക്കാൻ പോകുന്നതാണെന്നും അതിനുള്ള ഓർഡർ നമ്പറും അതിനുള്ള റെഫറൻസ് നമ്പറും നമ്മൾ എടുത്തിട്ടുണ്ടെന്നും അത് ഏത് രാജ്യത്ത് നിന്ന് നമ്മൾ ഏത് രാജ്യത്തേക്കാണ് ഈ ലോഡ് എടുക്കാൻ പോകുന്നതെന്നും അങ്ങനത്തെ ഡീറ്റെയിൽസൊക്കെ എഴുതി വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് അതിനെക്കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത്. പിന്നെ ഈ CMR നമ്മൾ 2 തരത്തിൽ എഴുതണം. ഒന്ന്, നമ്മൾ ഇപ്പോൾ എംപ്റ്റി കണ്ടെയ്നറായിട്ട് നമ്മളിപ്പോൾ ലോഡ് എടുക്കാൻ പോവുകയാണെങ്കിൽ ഒരു ഷീറ്റിൽ എഴുതിയാൽ മതി. കാരണം നമുക്കുള്ള CMR കമ്പനിയിൽ നിന്ന് തരും. പക്ഷേ നമ്മൾ ഒരു പേപ്പറിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനത്തെ ഡീറ്റെയിൽസുകൾ കാര്യങ്ങളൊക്കെ എഴുതണം. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഇപ്പോൾ ലോഡ് കണ്ടെയ്നറാണ് പോർട്ടിൽ നിന്ന് എടുക്കുന്നതെങ്കിൽ അതിൽ നമ്മൾ 4 പേപ്പറിലുള്ള CMR ഉണ്ട്. ഒറ്റ പേപ്പർ തന്നെ ഒരു ഇതിൽ 4 പേപ്പർ വരും. ആ 4 പേപ്പറിലും ഒന്നിൽ എഴുതിയാൽ ഈ 3 പേപ്പറിലേക്കും നമ്മുടെ സ്കെച്ച് മാരി അതിൻ്റെ അടിയിലേക്ക് എല്ലാത്തിലും വരും. അപ്പോൾ അങ്ങനത്തെ പേപ്പറിൽ എഴുതേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് ഒരു എംപ്റ്റി കണ്ടെയ്നർ എടുത്തിട്ട് നമുക്ക് എംപ്റ്റി കണ്ടെയ്നർ എടുത്ത് ലോഡ് കയറ്റാൻ പോകുന്ന നേരം CMR എഴുതുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന് നോക്കുന്നത്. ഈ ഏറ്റവും മുകളിലായി കാണുന്ന ഓർഡർ നമ്പർ അത് നമുക്ക് നമ്മുടെ മാനേജർ അയച്ചു തരും. ഇന്ന ഓർഡർ നമ്പറിൽ നമ്മൾ അവിടെ പോയിട്ട് എന്ത് ചെയ്യണം, ലോഡ് എടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഡർ നമ്പർ ഉണ്ടാവും. പിന്നെ നമ്മൾ ഏത് പോർട്ടിൽ നിന്നാണോ നമ്മുടെ കാലി കണ്ടെയ്നർ എടുത്തത് അത്, ഇപ്പം ഞാൻ എടുത്തത് RST സൗത്ത് റോട്ടർഡാം നെതർലാൻഡ്, 1ാമത്തെ കോളത്തിലും അത് എഴുതുക. അതേമാതിരി 4ാമത്തെ കോളത്തിലും നമ്മൾ നോട്ടർഡാം നെതർലാൻഡിൽ നിന്ന് എഴുതാം. പിന്നെ ഈ 2-3 കോളം എന്ന് പറയുന്നത് 2ാമത്തെ കോളം നമ്മൾ ഏത് കമ്പനിയിലാണോ നമ്മൾ എന്തിന് പോകുന്നത്, ലോഡ് എടുക്കാൻ പോകുന്നത്, ആ കമ്പനിയുടെ ഡീറ്റെയിൽസ് 2ാമത്തെ കോളത്തിൽ മൊത്തമായിട്ട് എഴുതാം. 3ാമത്തെ കോളത്തിൽ ആ സ്ഥലവും അതിൻ്റെ രാജ്യവും. ഇപ്പം ഞാൻ എടുക്കാൻ പോയ സ്ഥലത്ത് ഊസ്റ്റർഹട്ട് നെതർലാൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് പോയത്. അപ്പോൾ അതിനെക്കൊണ്ട് അത് കറക്റ്റായിട്ട് എഴുതാം. ഓക്കെ. അപ്പോൾ അതിനുശേഷം നമ്മൾ നേരെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ 6, 7, 8, 9, 10 നമ്മളൊരു ലോഡ് കണ്ടെയ്നറാണ് കൊണ്ടുപോകുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിലെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ എഴുതേണ്ടതാണ്. അത് അല്ലെങ്കിൽ നമുക്ക് കമ്പനിയിൽ നിന്ന് CMR തരുന്നേരം നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിൽ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ നമ്മൾ അതിനകത്ത് എഴുതേണ്ടത് നമ്മളെടുത്തുള്ള കണ്ടെയ്നർ 45 ഫീറ്റ് എംപ്റ്റി കണ്ടെയ്നർ, പിന്നെ അതിൻ്റെ യൂണിറ്റ് നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ടെയ്നർ നമ്പറല്ലേ, ആ നമ്പർ നമ്മൾ അതിൻ്റെ അകത്ത് എഴുതണം. പിന്നെ നമുക്കൊരു റെഫറൻസ് തന്നിട്ടുണ്ടാവും. നമുക്ക് ലോഡ് കയറ്റാൻ പോകുന്നതിന് വേണ്ടിയിട്ട് ആ കമ്പനി കൊടുക്കേണ്ട ഒരു റെഫറൻസ് നമ്പർ, അപ്പോൾ അതും കൂടി എഴുതാം. അപ്പോൾ അത് പിന്നെ നമുക്ക് എത്ര പെല്ലറ്റ് ഉണ്ടെന്നും അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മുടെ മാനേജർ തന്നിട്ടുണ്ടെങ്കിൽ അതും കൂടെ അതിൻ്റെ അകത്ത് എഴുതി ചേരാം. അതിനുശേഷം നേരെ താഴോട്ടേക്ക് വന്നതിൽ 21ാമത്തെ കോളത്തിൽ നമ്മൾ നമ്മുടെ എംപ്റ്റി കണ്ടെയ്നർ എടുത്ത സ്ഥലം റോട്ടർഡാം നെതർലാൻഡ്, അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മൾ എടുക്കുന്ന അന്നത്തെ ഡേറ്റ്. ഓക്കെ. അതിന് തൊട്ട് താഴെയായിട്ട് 25ാമത്തെ കോളത്തിൽ നമ്മുടെ ട്രക്കിൻ്റെ നമ്പർ കണ്ടോ, 25 എന്ന് പറഞ്ഞ കോളത്തിൽ ട്രക്കിൻ്റെ നമ്പർ എഴുതണം. പിന്നെ നമ്മുടെ 26 എന്നുള്ളിടത്ത് നമ്മുടെ ട്രെയിലറിൻ്റെ നമ്പറും എഴുതണം. ഓക്കെ. അത് കഴിഞ്ഞ് നമ്മൾ 23ാമത്തെ കോളത്തിൽ നമ്മുടെ പേരും അതിൻ്റെ ഒപ്പും പിന്നെ നമ്മുടെ കമ്പനീൻ്റെ സീലും അത് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ ഇതാക്കിയിരിക്കണം. പിന്നെ 17 എന്ന് പറഞ്ഞ കോളത്തിൽ നമ്മൾ ഏത് കമ്പനിക്കാണോ ഓടുന്നത്, ഇപ്പോൾ DFDS, ECS അങ്ങനെ പറഞ്ഞ് കുറേ കമ്പനികളുണ്ടല്ലോ, അങ്ങനെ ആ ഏത് കമ്പനിയിലാണ് നമ്മൾ ഓടുന്നത് ആ കമ്പനിയിലേക്കുള്ള കാര്യങ്ങളാണ്. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മളൊരു എംപ്റ്റി കണ്ടെയ്നർ എടുക്കാൻ ലോഡ് ചെയ്യാൻ വേണ്ടി കമ്പനിയിലേക്ക് പോകുന്നവർ നമ്മളെ കൈവശം വെക്കേണ്ട പേപ്പർ. ഇത് നമ്മളിപ്പം പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ നമ്മളിതാണ് എടുത്തു കൊടുക്കേണ്ടത്. പിന്നെ നമ്മുടെ വണ്ടീൻ്റെ പേപ്പറും കാര്യങ്ങളാണ് എടുത്തു കൊടുക്കേണ്ടത്. അപ്പോൾ കൂട്ടുകാർക്ക് സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. അറിയാത്ത കാര്യങ്ങൾ ആളുകൾ അറിയട്ടെ. കാരണം പുതിയതായിട്ട് വരുന്ന ആളുകൾക്ക് ഈ CMRനെ കുറിച്ചിട്ട് ഭയങ്കരമായിട്ട് ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതില്ലാത്ത രീതിയിൽ നമുക്ക് സംശയങ്ങളുണ്ടാവും. പക്ഷേ നമ്മളെ കൂടുതൽ ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യുക. പിന്നെ ഞാൻ ഈ ചെയ്ത വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ഓക്കെ. ഒന്ന് എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.